ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ബുക്ക് ഓഫ് ലോഡിലൂടെ നമ്മൾ പ്രധാനമായും ചിന്തിക്കാനായിട്ട് പോകുന്നത്, കഴിഞ്ഞ ദിവസങ്ങളിലെ കുറെ കമന്റുകളൊക്കെ എനിക്ക് വരാനിടയായി. അതിനകത്ത് പല ആളുകളും പറയുന്നത് തൃത്വം തെറ്റാണ്, അല്ലെങ്കിൽ തൃത്വം ബൈബിളിൽ ഉണ്ട് എന്നൊക്കെയാണ് പലരും പരാമർശിക്കുന്നത്. അപ്പൊ അതിനകത്ത് എഴുതിയിരിക്കുകയാണ്, കുറഞ്ഞ പക്ഷം തെറ്റാണെന്ന് തെളിയിക്കാൻ ഉള്ള സാധ്യതയെങ്കിലും നിങ്ങൾ ഏറ്റെടുക്കണം. കാരണം തൃത്വം തെറ്റാണെന്ന് ഇപ്പോൾ ഒരുപാട് വീഡിയോകൾ ഇപ്പൊ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ദൈവവചനം പറയുന്നത് പോലെ എന്താണ്, ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നാണ് പറയുന്നത്. അപ്പം അല്ലാത്തവരിങ്ങനെ തർക്കിച്ചുകൊണ്ടേയിരിക്കും. കാരണം യേശു കർത്താവ് ഭൂമിയിലായിരുന്നപ്പോ പല ആളുകളും എന്ത് ചെയ്തുകൊണ്ടിരുന്നു? തർക്കിച്ചുകൊണ്ടേയിരുന്നു. ന്യായാധിപന്മാരും ശാസ്ത്രിമാരും യഹൂദന്മാരും ഒക്കെ എന്ത് ചെയ്തു? തർക്കിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിനോട് തർക്കിച്ചുകൊണ്ടിരുന്നു. അപ്പോ എത്ര സത്യം പറഞ്ഞെന്ന് പറഞ്ഞാലും ഈ ലോകത്ത് എന്താണ്, സത്യം പറയുന്നതിന് വിലയില്ല എന്ന് പറയുന്നത് പോലെയാണ് പിന്നെയും സംശയങ്ങൾ വന്നുകൊണ്ടിരിക്കും. അതിനിടയ്ക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി ചോദിച്ച ചോദ്യത്തിന് മറുപടി നൽകിയത്. ആ മറുപടിയിലും പല ആളുകളും പറയുന്നത് ഇത് പൂർണ്ണമായിട്ടില്ല. അപ്പൊ അവരുടെ കമന്റും അവരുടെ ഭാഷയും കേൾക്കുമ്പോൾ നമുക്കറിയാൻ കഴിയും, ഇതാരാണ് ഈ പറയുന്നത് മൊത്തം? ഈ തൃത്വക്കാർ തന്നെയാണ് ഈ പറയുന്നത്. തൃത്വം പൂർണ്ണമായിട്ട് വിടാൻ കഴിയാത്ത ആൾക്കാർ ഇങ്ങനെ വന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും, നിങ്ങൾ പൂർണ്ണമായിട്ടും പറഞ്ഞിട്ടില്ല, നിങ്ങൾ നിങ്ങൾ പറഞ്ഞത് പൂർണ്ണമായിട്ടും തെളിഞ്ഞിട്ടില്ല, നിങ്ങൾ പറഞ്ഞ പൂർണ്ണമായിട്ടും ശരിയായിട്ടില്ല. കാരണം തൃത്വം വിടാൻ പറ്റുകയില്ല. തൃത്വം ദൈവവചനത്തിൽ ഇല്ലാത്ത സങ്കല്പമാണ്. അതിന് ഞങ്ങൾ ഇല്ല എന്ന് പല കാലങ്ങളായി ഞാൻ ഇതിനകത്ത് പ്രസംഗിച്ചിട്ടും ആർക്കും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അത് ഉൾക്കൊള്ളാനേ പറ്റുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായ കാര്യം എന്ന് പറയുന്നത്. കാരണം ദൈവം മനുഷ്യനായി വെളിപ്പെടുമെന്ന് ഇന്നും ആർക്കും വിശ്വസിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് തന്നെ പല ചോദ്യങ്ങളും ഇന്ന് ഉയരുന്നു എന്നുള്ളതാണ്. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയാണെന്ന് പറയുമ്പോൾ അവൻ ദൈവത്തിന്റെ ദൃശ്യരൂപമാണ് എന്ന് പലയിടത്തും പറയുന്നു. അപ്പം അതിനെ അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കൂട്ടമാണ് ഇന്ന് ഇവിടെ ഉള്ളത്. എത്ര പേർക്ക് പറയാൻ കഴിയും യേശുക്രിസ്തുവാണ് പിതാവെന്ന്? നിത്യപിതാവെന്ന് പറയുമ്പോൾ യേശുക്രിസ്തു പിതാവാണ്, അല്ലെ? ഇതൊക്കെ പറയുമ്പോൾ പല ആളുകളും പറയുന്നത് ആരോ പണ്ടെഴുതി വെച്ചിരിക്കുന്ന ഏതോ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ യേശുനാമക്കാരുടെ ഉപദേശമാണ്, ഇതൊന്നും ദൈവവചനത്തിൽ ഇല്ലാത്തത് കാര്യം. ദൈവവചനത്തിൽ ഉള്ള കാര്യം പറയുന്ന ആളുകൾ എങ്ങനെയാണ് അത് തെറ്റായി പോകുന്നത്? അതൊരിക്കലും തെറ്റാവുകയില്ല, അല്ലേ? ഞാൻ ഇപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു കാര്യത്തിൽ ഒരു 3-4 വീഡിയോകളോളം ചെയ്തെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം 3-4 വീഡിയോകളിലേറെ ഒരുപാട് വീഡിയോകൾ എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ചെയ്ത് കഴിഞ്ഞു. അപ്പം ഇങ്ങനെ ചോദിക്കുന്നവർ ആരാണെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. ഒന്നുകിൽ തൃത്വം പറയുന്ന ആൾക്കാരുടെ ആരാധകരായിരിക്കാം ഈ പറയുന്ന മൊത്തം, കമന്റ് ചെയ്യുന്ന ആൾക്കാർ മൊത്തം. അതാണ് എനിക്ക് അവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇത്രയും വ്യക്തമായിട്ടും ഇത്ര ലളിതമായിട്ടും പറഞ്ഞിട്ടും ആർക്കും മനസ്സിലായില്ലെങ്കിൽ അത് ഞങ്ങളുടെ ആരുടെയും എന്റെ തെറ്റല്ല, അല്ലെങ്കിൽ നമ്മുടെ ആരുടെയും തെറ്റുകളല്ല. അപ്പം ഇത് മനസ്സിലാക്കണമെങ്കിൽ ചില ദൈവവചനത്തിന്റെ ജ്ഞാനവും വേണം, പരിശുദ്ധാത്മാവ് ശക്തിയും വേണം. അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കാനായിട്ട് വലിയ പാടുള്ളതാണ്. തൃത്വം പറഞ്ഞവരൊക്കെ എവിടെയായി എന്നുള്ള കാര്യം നമുക്കറിയാവുന്ന കാര്യമാണ്. പലർക്കും ഇന്നും തൃത്വത്തെക്കുറിച്ച് ഇന്നും തൃത്വം തെറ്റാണെന്ന് പറയുവാൻ ആർക്കും ഇന്ന് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ചോദിക്കുമ്പോൾ തന്നെ യേശു ക്രിസ്തു ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും പുത്രനാണെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അവന് ദൈവത്തിന്റെ ജഡത്തിലുള്ള വെളിപ്പാടാണ്, അല്ലെങ്കിൽ ദൈവം മനുഷ്യനായിട്ട് ഭൂമിയിൽ വന്നതാണ് എന്ന് പറയുവാൻ, അല്ലെങ്കിൽ മനുഷ്യനായിട്ട് ഭൂമിയിൽ ഇറങ്ങി വന്നതാണ്, ദൈവം മനുഷ്യനായി, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരായതുകൊണ്ട് അവനും അവരെ പോലെ ആയി എന്ന് പറയുമ്പോൾ, വചനം പറയുമ്പോൾ അത് അംഗീകരിക്കാൻ ഇവിടുത്തെ തൃത്വക്കാർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പം എന്റെ ഇതിനകത്ത് കമന്റ് ചെയ്യുന്ന ഭൂരിഭാഗം ആളുകളും തൃത്വക്കാരാണെന്ന് എനിക്കറിയാം. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അത് വിടാൻ കഴിയുകയില്ല. അവർ വിശ്വസിക്കുന്നു യേശു എന്നും, അവരെ സംബന്ധിച്ചിടത്തോളം യേശു ക്രിസ്തു എന്നും ഉണ്ണിയേശുവാണ്. അതാണ് അവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അല്ലെ? അപ്പം അവരിന്നും അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്.
ഒരു പുത്രൻ മാത്രമാണ്. അവൻ പിതാവിലേക്ക് മാറുകയല്ല. യെശയ്യാവ് നേരത്തെ തന്നെ പ്രവചിച്ചു വെച്ചിരിക്കുന്നത് എന്താണ്? അവൻ നിത്യപിതാവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെ? നിത്യതയുടെ പിതാവല്ല, നിത്യപിതാവ് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ആദ്യ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് എന്താണ്? അവൻ ആദ്യനും അന്ത്യനുമാണെന്നാണ് പറയുന്നത്. അപ്പൊ രണ്ടാദ്യനും അന്ത്യനും നമുക്കുണ്ടോ? ഇല്ല. അപ്പം ഇങ്ങനെ പല ആളുകളും എൻ്റെ വീഡിയോയുടെ താഴെ വന്ന് ഇങ്ങനെ കമന്റ് ചെയ്യുകയാണ്. കാരണം നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിഞ്ഞില്ല. ചിലർ പറയുന്നു ഞാൻ ദുരുപദേശം പറഞ്ഞു. എന്താണ് ഞാൻ ചെയ്ത ദുരുപദേശം? ദൈവവചന അടിസ്ഥാനത്തിൽ സംസാരിച്ചതാണ് ദുരുപദേശമായി പല ആളുകളും ഇന്ന് എടുത്തു വച്ചിരിക്കുന്ന സത്യം എന്ന് പറയുന്നു, അല്ലെ? അപ്പം ദൈവവചന അടിസ്ഥാനത്തോടെ ഒരാൾ വന്നാലും നിങ്ങൾ പറയും ദുരുപദേശം വന്നു, അല്ലെ? ദൈവവചനം നന്നായിട്ട് പറയുന്നവരും ദുരുപദേശകരാണെന്ന് പറയും. പ്രത്യേകിച്ചും ഇത് എനിക്ക് തോന്നുന്നു ബന്ധുക്കോസുകാരുടെ ഇടയിലാണ് ഇത് കണ്ടുവരുന്നത്. കാരണം ദുരുപദേശിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന ബന്ധുക്കോസ്, IPC, ചർച്ച് ഓഫ് ഗോഡ് അങ്ങനെയുള്ള ഏരിയകളിൽ നിന്നാണ്. ഒരു ഇൻഡിപെൻഡന്റ് ചർച്ചുകാരാരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പറയും അവൻ പറഞ്ഞത് ദുരുപദേശമാണ്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ദുരുപദേശമല്ലാത്തത്? പലതും നിങ്ങൾക്ക് ദുരുപദേശമല്ല എന്നുള്ളതാണ്. അപ്പൊ എല്ലാം ദുരുപദേശമാണ്, അല്ലെ? യേശുക്രിസ്തുവിന്റെ നാമം ഉയർത്തുന്നവരെ എല്ലാം ദുരുപദേശമാണെന്ന് പറഞ്ഞാൽ അത് വളരെ തെറ്റായ ഒരു കാര്യമാണ്, അല്ലെ? യേശുക്രിസ്തു ദൈവമായതുകൊണ്ടാണ് അവൻ ഭൂമിയിൽ അത്ഭുതങ്ങൾ ചെയ്തത്, അടയാളങ്ങൾ ചെയ്തത്. അതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. വെറും പുത്രൻ മാത്രമായിരുന്നുവെങ്കിൽ അവൻ എന്തിനാണ് അത്ഭുതങ്ങൾ കാണിക്കുന്നത്? ഒരു പുത്രനായിട്ട് നിന്നാൽ പോരെ, അല്ലെങ്കിൽ ഒരു പ്രവാചകനായിരുന്നെങ്കിൽ പ്രവാചകന്റെ രീതിയിൽ നിന്നാൽ പോരെ. അങ്ങനെയാണോ യേശു കർത്താവ്? യേശു കർത്താവ് ശരിക്കും എന്താണ്? ഭൂമിയിൽ അത്ഭുതങ്ങൾ ചെയ്തു, അടയാളങ്ങൾ കാണിച്ചു ഒക്കെ പറയുമ്പോൾ അവൻ എന്താണ്? ദൈവത്തെ നമുക്ക് കാണിച്ചു തരികയായിരുന്നു. മനുഷ്യനായി നിന്നുകൊണ്ട് അവൻ നമ്മളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുകയായിരുന്നു. ദൈവം എങ്ങനെയാണ് എന്നുള്ളത് അവൻ പൂർണ്ണമായും നമുക്ക് കാണിച്ചു തരുമായിരുന്നു, അല്ലെ? അപ്പൊ മറ്റൊരു വ്യക്തിയല്ല, അല്ലെ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കണം, അല്ലെ? അതുപോലെ തന്നെ യോഹന്നാൻ 12:45 പറയുന്നു, എന്നെ കാണുന്നവൻ എന്നെ അയച്ചവനെ കാണുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ രണ്ടും ഒരാളല്ലെങ്കിൽ അത് പറയാൻ കഴിയുമോ? അല്ലെ? നമ്മളെ ഒരാൾ അയക്കുക, നമ്മളെ ഭൂമിയിൽ ഒരാൾ അയക്കുക എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഒരാളെ അയക്കുന്നു. അപ്പൊ ആ അയക്കുന്ന ആൾ അവിടെ ഉണ്ട്. എനിക്ക് പറയാൻ നോക്കൂ, എന്നെ അയച്ച ആള് എന്നെ കാണുന്നത് എനിക്ക് എന്താ പറയാ, എന്നെ കണ്ടു കഴിഞ്ഞാൽ അയച്ച ആളെ കണ്ടു എന്ന് പറയാൻ എനിക്ക് പറ്റുമോ? പറ്റത്തില്ല, ഒരിക്കലും പറ്റുകയില്ല. നിങ്ങൾ തന്നെ ചിന്തിക്കേണ്ട ഒരു വാസ്തവമാണ്. കാരണം എന്നെ കാണുന്നവൻ എന്നെ അയച്ചവനെ കാണുന്നു. കാരണം ദൈവം ആത്മാവാണ്. ആരും അവനെ കണ്ടിട്ടില്ല എന്ന് വളരെ വ്യക്തമായിട്ട്, മനുഷ്യനാരും അവനെ കണ്ടിട്ടില്ല. അപ്പം മനുഷ്യനായി വെളിപ്പെട്ട് വന്നപ്പോഴാണ് യേശുക്രിസ്തുവിനെ എല്ലാവരും കാണുന്നതും എല്ലാവരും അവൻ ദൈവമാണെന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയുന്നതും എല്ലാം അവിടെ വെച്ച് തന്നെയാണ് എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന ഒരു വാസ്തവം എന്ന് പറയുമ്പോൾ. അതുകൊണ്ട് എൻ്റെ താഴെ വന്ന് ഇങ്ങനെ കമന്റ് ഇടുന്നവർ ഒരു കാര്യം മനസ്സിലാക്കുക. കാരണം നിങ്ങൾ ദൈവവചനം പഠിക്കണം, പഠിച്ചിട്ട് വേണം പറയാനായിട്ട്. എന്തെങ്കിലും ആരെങ്കിലും പഠിപ്പിച്ചത് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ പിതാക്കന്മാര് പറഞ്ഞതാണെന്ന് പറഞ്ഞിട്ട് അതിനകത്ത് യാതൊരു വാസ്തവവും അതിനകത്തില്ല എന്നുള്ളതാണ് എനിക്ക് പറയുവാനുള്ളത് ഈ തരുണത്തില്. അതുകൊണ്ട് ഈ കാലങ്ങളിൽ നിങ്ങൾ കമന്റ് ഇടുന്നവർ ഒരു കാര്യം മനസ്സിലാക്കുക, ദൈവവചനം വായിക്കുക, അത്രേ എനിക്ക് പറയുവാനുള്ളൂ. ഞാൻ ആരെയും നിർബന്ധിച്ച് ആരെയും ഫോളോ ചെയ്യിച്ചിട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ മാത്രം, അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. അല്ലാതെ വേറൊന്നും ഞാൻ അക്കാര്യത്തിൽ പറഞ്ഞിട്ടുമില്ല. ഞാൻ ആരെയും നിർബന്ധിച്ച് ഈ വിശ്വാസത്തിലേക്ക് തള്ളിയിട്ടിട്ടുമില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെയും കമന്റ് ഇടുന്നത് ആരാണെന്നുള്ള കാര്യം എനിക്ക് വളരെ വ്യക്തമാണ്. കമന്റ് ഇടുന്നവരാരാണെങ്കിലും നല്ല കാര്യം നിങ്ങൾ കമന്റ് ഇട്ടു. പക്ഷെ തൃത്വം എന്ന് പറയുന്ന സംഗതി ഇല്ല എന്ന് ഉറപ്പിച്ച് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. അങ്ങനെ ഒരു കാര്യം ദൈവവചനത്തിലില്ല. അങ്ങനെ അപ്പോസ്തലന്മാർ പഠിപ്പിച്ചിട്ടില്ല, യേശു ക്രിസ്തുവും പഠിപ്പിച്ചിട്ടില്ല. തൃത്വം എന്നൊരു സംഗതി ഉണ്ട് എന്നുള്ള കാര്യം. 3 പേർ കൂടുന്ന ഒരു ദൈവം, അല്ലെങ്കിൽ ദൈവത്തിനകത്ത് 3 വ്യക്തികൾ കൂടുന്ന ദൈവം, ഇങ്ങനെയൊന്നും ദൈവവചനം പറയാത്ത കാര്യങ്ങളാണ് ഇന്ന് ഇവിടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്.
ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതെല്ലാം ബൈബിളിൽ ഇല്ലാത്ത കാര്യങ്ങൾ തന്നെയാണ്, ദൈവവചനത്തിൽ ഇല്ലാത്ത കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഞാൻ കൊണ്ടുവന്ന ഒരു സിദ്ധാന്തമല്ല എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ ഇത് എന്താ പറയുക, ഈ തൃത്വം എന്ന് പറയുന്ന ഈ സംഗതി ദൈവവചനത്തിലില്ല. പല ആളുകളും പറയും എനിക്ക് തൃത്വം അറിയത്തില്ലാത്തത് കൊണ്ടാണ്. തൃത്വമൊക്കെ അറിയാം സഹോദരന്മാരെ, എനിക്ക് തൃത്വമൊക്കെ അറിയാം, തൃത്വവും അറിയാം ഏകത്വവും അറിയാം എന്ന് പറഞ്ഞ് ഞാൻ ഉടനെ തൃത്വത്തിന്റെ കൂടെ നിൽക്കേണ്ട കാര്യം എനിക്കില്ല. കാരണം ദൈവവചനം എന്ത് പറയുന്നുവോ അതിന്റെ കൂടെ നിൽക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലാതെ ആരെങ്കിലും പഠിപ്പിച്ച ഒരു സിദ്ധാന്തത്തിന്റെ കൂടെ നിൽക്കുക എന്നുള്ളതല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ എന്നെ കേൾക്കുന്ന സഹോദരങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ദൈവത്തെ ദൈവത്തിന്റെ ജഡത്തിലുള്ള വെളിപ്പാടായി ക്രിസ്തുവിനെ അംഗീകരിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അല്ലെ? യേശുക്രിസ്തു ദൈവമായതുകൊണ്ടാണ് തോമസ് അപ്പോസ്തലൻ വിളിച്ചത് എന്റെ കർത്താവും എന്റെ ദൈവമായ ഉള്ളോവേ എന്ന് വിളിച്ചതിന്റെ പ്രധാനമായ കാര്യം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അങ്ങനെ വിളിക്കുകയില്ലായിരുന്നു. കാരണം അവൻ രണ്ടാമത്തെ ദൈവമല്ല, മൂന്നാമത്തെ ദൈവവുമല്ല. അങ്ങനെയൊരു കൂട്ടായ്മ ദൈവവചനത്തിൽ ഇല്ല എന്നുള്ളതാണ് പ്രധാനമായ കാര്യം എന്ന് പറയുന്നത്. അങ്ങനെ ദൈവവചനം പഠിപ്പിക്കുന്നില്ല 3 പേരുണ്ട് 3 വ്യക്തികളുണ്ട് എന്ന് പഠിപ്പിക്കുന്നില്ല. പഠിപ്പിക്കാത്തിടത്തോളം കാലം നിങ്ങളത് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റ് തന്നെയാണ്. കാരണം 3 ദൈവം നമുക്കില്ല. കാരണം യേശുക്രിസ്തു മനുഷ്യനായി നിന്നപ്പോൾ തന്നെ തോമസിനെ വിളിക്കുന്നു, തോമസ് അപ്പോസ്തലൻ വിളിക്കുകയാണ് എന്റെ കർത്താവും എന്റെ ദൈവമായ ഉള്ളവേ എന്നാണ് വിളിക്കുന്നത്, അല്ലെ? രണ്ടാമത്തെ ദൈവം എന്നാണോ വിളിച്ചത്? അല്ല. രണ്ടാമത്തെ വ്യക്തി എന്നാണ് വിളിച്ചത്? അല്ല. ഇല്ലാത്ത കാര്യങ്ങൾ പഠിപ്പിക്കാൻ പാടില്ല, അല്ലെ? എഫേസ്യരിൽ നമ്മൾ പല പ്രാവശ്യം വായിച്ച വാക്യങ്ങൾ എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ, അല്ലെ? ഇപ്പൊ 2 പിതാക്കന്മാരില്ല. യേശുക്രിസ്തുവിനെ പറ്റി പറയുമ്പോൾ നിത്യതയുടെ പിതാവ് എന്ന് ചിലർ പറയുന്നത് ഞാൻ കേട്ടു. അപ്പൊ നിത്യതയുടെ പിതാവ് എന്ന് പറയുമ്പോൾ എത്ര പിതാവായി അവിടെ? 2 പിതാക്കന്മാർ വന്നു കഴിഞ്ഞു. നിത്യപിതാവും വന്നു, നിത്യതയുടെ പിതാവും വന്നു. അപ്പൊ 2 പിതാക്കന്മാർ നമുക്കുണ്ടോ? ഇല്ല. ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വാസ്തവം തന്നെയാണ്, ദൈവവചനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. പല ആളുകളും യേശുക്രിസ്തുവിനെ ചരിത്ര പുരുഷൻ എന്ന് പറയാറുണ്ട്. പക്ഷെ ചരിത്ര പുരുഷൻ മാത്രമല്ല. ചരിത്ര പുരുഷനാണെന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിനെ കുറിച്ച് ചരിത്രത്തിൽ എവിടെയെങ്കിലും നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഇല്ല, പഠിക്കുന്നുമില്ല. ദൈവവചനത്തിൽ മാത്രമേ കർത്താവിനെ കുറിച്ച് പറയുന്നുള്ളൂ. വേറെ എവിടെയും ചരിത്ര പുസ്തകത്തിൽ ചരിത്ര പുരുഷനാണെന്ന് പലരും പറയാറുണ്ട്. പക്ഷെ ചരിത്ര പുരുഷൻ മാത്രമല്ല, അവൻ സാക്ഷാൽ ദൈവമായവൻ മനുഷ്യനായി തീർന്നതാണ് എന്നുള്ളതാണ് യേശുക്രിസ്തുവിനെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവർ ബൈബിൾ വായിക്കുക, ദൈവവചനം വായിക്കുക. അല്ലാതെ എന്റെ ഇതിനകത്ത് വന്ന് കമന്റ് ഇട്ടിട്ട് പറയുകയാണ് നിങ്ങൾ തെളിയിച്ചില്ല, നിങ്ങളെ കൊണ്ട് തെളിയിക്കാൻ കഴിയില്ല. എത്രയോ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, എത്രയോ വചനങ്ങൾ നിങ്ങളുടെ മുമ്പിൽ. ഇത്ര ആരും പറയുകയില്ല, ഇത്ര ആരും പറയാനും പോകുന്നില്ല എന്നുള്ളതാണ് സത്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ബൈബിൾ പഠിക്കുക, ദൈവവചനത്തെ ആഴമായി മനസ്സിലാക്കുക. അല്ലാതെ യേശുക്രിസ്തു ആരാണ് എന്ന് നിങ്ങൾക്കറിയില്ല. അത് തന്നെയാണ് നിങ്ങളുടെ എല്ലാം പ്രശ്നം. അതാണ് യേശുക്രിസ്തു ആരാണ് എന്നുള്ള കാര്യത്തെ കുറിച്ച് ആർക്കും ഇതുവരെയും ഒരു തിട്ടമില്ല. തൃത്വമാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ടാണ് പല ആളുകളും ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തൃത്വമാണ് ശരി എന്ന് പറഞ്ഞ് അതായത് കാലാകാലങ്ങളായി വന്ന ഒരു ദുരുപദേശമാണ് തൃത്വം എന്ന് പറയുന്നത്. ആ തൃത്വം ഇങ്ങനെ പിടിച്ചുകൊണ്ട് കാലാകാലങ്ങളായി ക്രിസ്ത്യാനികൾ അത് സ്വീകരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ദിവസങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ ദൈവവചനത്തിലേക്ക് നോക്കുക, പഠിക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. കാരണം എനിക്ക് ഒത്തിരി പേരെ വന്ന് ഈ യൂട്യൂബിലൂടെ വന്ന് കുറെ ദുരുപദേശം പറഞ്ഞു പോകാനല്ല ഞാനിത് പറഞ്ഞത്. ഇത് എന്റെ സുവിശേഷമാണ്, അത് ഞാൻ ചെയ്യുന്നു, അത് ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നു, നാളെയും അത് ചെയ്യും. കാരണം കേൾക്കാൻ ചെവിയുള്ളവൻ, വെളിപ്പാട് പുസ്തകം പറയുന്നത് പോലെ കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ബുക്ക് ഓഫ് ലോഡിന്റെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഈ വീഡിയോകൾ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗോഡ് ബ്ലെസ് യു.